ഹാർട്ടി വെൽക്കം സർ. നമസ്കാരം. സർ എന്തറിയോ, എനിക്ക് സാറിനെ ഭയങ്കര ഞാൻ പറയുമായിരുന്നു, സാറിനും എന്റെ ഗുരുവിനും ഒരു കോമൺ ക്വാളിറ്റി ഉണ്ട്. എന്തറിയോ, മേനോൻ അങ്കിൾ ശരിക്കും ഞങ്ങളെ കുറെ നായകന്മാരെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. പുതിയ ആളുകളെ എന്ന് പറഞ്ഞാൽ സാറും കുറെ നായകന്മാരെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് അല്ലെ. പക്ഷെ സാറിനോട് ചോദിക്കാൻ എനിക്ക് ഭയങ്കര പേടിയാ. സർ അതെന്താ പുതിയ ആൾക്കാരെ വെച്ച് അത് അതിന്റെ ഒരു രീതി എങ്ങനെയാണ് സർ? പുതിയ ആൾക്കാരെ വെച്ച് സർ അവരുടെ ടാലൻസിനോടാണോ സർ ഉറപ്പ് വെക്കുന്നത്, അതോ മറ്റേ കൊമേഴ്ഷ്യൽ വൈസ് നമ്മൾ കച്ചവടം നോക്കുമ്പോഴത്തേന് അത് പറ്റിയല്ല? ഇതിനകത്ത് കുറെ കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ. സാറിന്റെ രീതി എങ്ങനെയാണ്? ഫസ്റ്റ് ഒക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ പുതിയൊരു ഡയറക്ടറാണ്. അപ്പൊ എന്റെ ഫസ്റ്റ് ഫിലിമിൽ സിജി വിൽസൺ ആയിരുന്നു നായകൻ, ഹാപ്പി വെഡിങ്ങില്. അപ്പൊ ഞാൻ വലിയ നായകന്മാരുടെ അടുത്ത് പോയാലും എനിക്ക് അവർ ഡേറ്റ് തരില്ല. അങ്ങനെ ഉണ്ടോ സർ? പിന്നെ ശരി. അപ്പൊ സിജി വിൽസന് ഞാൻ അന്ന് സിജി വിൽസൺ നായകയായിട്ട് ഒരുപാട് അന്നത്തെ മെയിൻ ലീഡിങ് ആർട്ടിസ്റ്റുകളെ സമീപിച്ചപ്പോ അവരുടെ ഭാഗത്തുനിന്നൊന്നും അത്ര ഇതുണ്ടായിരുന്നില്ല. അപ്പൊ പിന്നെ അങ്ങനെ പുതിയ ആളുകളിലേക്ക് പോയതാണ്. അതുകൊണ്ട് മാത്രം അല്ല, അത് പോയി. അപ്പൊ അത് ക്ലിക്കായി. അപ്പൊ പിന്നെ നമുക്കൊരു ധൈര്യം അങ്ങനെ കിട്ടിയല്ലോ, പുതിയ ആൾക്കാരെ പുതിയ ആളുകളായിട്ട് ചെയ്യാൻ വേണ്ടി. ഓക്കെ. അപ്പൊ കൊമേഴ്ഷ്യൽ വൈസ് നമുക്ക് പേടിക്കണ്ട. അപ്പൊ അവരുടെ ടാലന്റ് എങ്ങനെയാ സാർ? നമ്മള് ഓഡീഷൻ ഒക്കെ നോക്കി. ഇപ്പൊ ഗ്രേസ് ആന്റണി ഒക്കെ അതിലെ പറഞ്ഞത്, ഹാപ്പി വെഡിങ്ങിലാണ് ഗ്രേസ് ആന്റണി പറഞ്ഞത്. പിന്നെ ദൃശ്യം. ഗ്രേസ് ഇസ് എ വെരി ഗുഡ് ആർട്ടിസ്റ്റ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ആർട്ടിസ്റ്റ് ആണ്. ഗ്രേസ് ഓഡീഷനിൽ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾക്ക് അന്നേ അറിയായിരുന്നു ഗ്രേസ് അത്യാവശ്യം ഇതാവും പെർഫോം ചെയ്യുന്നത്. പിന്നെ അനു സിത്താര, അവരൊക്കെ എല്ലാവരും ഓഡീഷൻ വെച്ചിട്ട് തന്നെ എടുത്ത്. ഓക്കെ. അപ്പൊ സാറിന് മനസ്സിലായി ആ ഓഡീഷനിൽ കൂടെ ടാലന്റ്. അപ്പൊ ഓഡീഷൻ നമുക്ക് കിട്ടൂല. അപ്പൊ ഓരോ ഫിലിമിനും സാർ പുതിയ നായകനെ കണ്ടെത്തുന്നുണ്ടോ അതോ? അല്ല, മിക്ക ഫിലിമിനും ഇപ്പൊ സെക്കൻഡ് ഫിലിമിൽ പിന്നെ ഹണി റോസ് ആയിരുന്നു. അപ്പൊ അതിൽ കുറച്ചും കൂടി ഒരു എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള നായിക വേണമെന്നുള്ള ഒരു ഇതിലാണ് ഹണി റോസിലേക്ക് എത്തിയത്. തേർഡ് ഫിലിമിലാണ് കംപ്ലീറ്റ് പുതിയ ആളുകളെ ചെയ്ത് അടാറിലോ. ഓക്കെ. സാർ പൊതുവെ ഞാൻ ശ്രദ്ധിച്ചിരിക്കുന്നത് എന്താ വെച്ചാൽ സാറിന്റെ പല ഇന്റർവ്യൂസിലും ഒക്കെ കാണുന്നത് സാർ ഭയങ്കര പോസിറ്റീവ് ആണ് ഓൾവേസ്. മാത്രമല്ല എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കും. വലിയ ഇമോഷണൽ വൈസ് ഒന്നും ഞങ്ങൾ കാണാറില്ല. അപ്പൊ സാറിന്റെ ആ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണ് സാർ? അല്ല, നമ്മളിപ്പോ അധികം വിഷമിച്ചിട്ട് എന്താ കാര്യം? ഒരു സൊല്യൂഷൻ അല്ലേ? കാര്യം എന്താ പറയുക, ടെൻഷൻ ഇല്ലാത്ത ഒരു മനുഷ്യനും ഇല്ല ലോകത്ത്. അപ്പൊ നമുക്ക് സാറിന്റെ ഒരു ആറ്റിറ്റ്യൂഡ് പറയുമ്പോഴത്തേക്ക് അത് അനുകരിക്കാൻ പറ്റുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ let them have that, sir. അല്ല, ഞാൻ അധികം ഇപ്പൊ എന്ത് സംഭവമാണെങ്കിലും ഞാൻ അധികം കൊണ്ടു നടക്കാറില്ല ഒന്നും. നമ്മള് മനുഷ്യരല്ലേ, നമ്മുടെ ഉള്ളിൽ അത് കാണുമല്ലോ. ആ ഒരു അല്ല, നമ്മൾ ആലോചിച്ചെടുക്കുന്നതല്ലേ. ഞാനിപ്പോ ഈ മൊമെന്റിലാ നിക്കണേ. തന്നെയായിട്ട് സംസാരിക്കും ഈ മൊമെന്റില്ല, ആന്റീനായിട്ട് സംസാരിക്കുമ്പോൾ ഇപ്പൊ ഈ മൊമെന്റിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പൊ ഞാൻ വേറെ ഒന്നും ആലോചിക്കില്ല. വെറുതെ എന്തിനാ നമ്മൾ പഴയ കാര്യം ആലോചിച്ചു പോകണം, മൊമെന്റിൽ ജീവിച്ചു പോവുക. ഓക്കെ. അപ്പൊ സാറിന് ഇപ്പം ഇങ്ങനെ ചിന്തിക്കുമ്പോ നമുക്ക് കുറെ കാര്യങ്ങൾ നമ്മുടെ ഒരു മനുഷ്യ ജീവിതത്തിൽ കുറെ ഇമോഷണൽ. അല്ല, അതിലെ പ്രശ്നം എന്താ വെച്ചാൽ കുറെ ഗുണമുണ്ട് അതിന്, കുറെ മണ്ടത്തരങ്ങളും പറ്റും. ശരി. മണ്ടത്തരങ്ങൾ എന്ന് പറയല്ലോ സാർ. ചില കേട്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകര് സാർ എന്തെങ്കിലും ഒരു സൊല്യൂഷൻ പറയും. അപ്പൊ നമുക്കും അങ്ങനെ ചിന്തിക്കണം. മൊമെന്റിൽ ജീവിക്കുമ്പോ ഇപ്പൊ അതെ, ഇപ്പൊ ഒരാൾ വന്ന് ഇപ്പൊ നമ്മുടെ അടുത്ത് ഒരാൾ വന്ന് ഒരു കഷ്ടപ്പാട് പറഞ്ഞു അല്ലെങ്കിൽ ഇത് പറഞ്ഞു, അപ്പൊ ചിലപ്പോ നമ്മുടെ കയ്യിലുള്ള എടുത്ത് കൊടുക്കും. പക്ഷെ അത് ചിലപ്പോ അയ്യോ തിരിച്ചു കിട്ടിയില്ലെന്നിരിക്കും, നമ്മൾക്ക് ദാരിദ്ര്യമായിരിക്കും. പക്ഷെ അങ്ങനെയൊക്കെ കൊടുക്കണ കാരണമായിരിക്കാം ചിലപ്പോ. എനിക്കൊന്നും അങ്ങനെ ഇതുവരെ അങ്ങനെ വലിയ ഇപ്പൊ എത്ര വലിയ പ്രശ്നങ്ങളാണെങ്കിലും ഞാൻ സിമ്പിൾ ആയിട്ട് കേറി പോകും. അതാണ് ഇമോഷണലി വല്ലതും വരുമ്പോ സാർ അതും ഇങ്ങനെ ഹാങ് ചെയ്ത് നടക്കാറില്ല. ഇല്ല, ഇപ്പൊ ഇമോഷണലി ഇപ്പൊ എന്തെങ്കിലും വലിയ പ്രശ്നമായി ഞാൻ കൂട്ടുകാരൊക്കെ വിളിക്കടാ, അങ്ങോട്ട് പാടാ, ടെൻഷൻ ഉണ്ടാകുന്നിട്ട് എല്ലാവരും കൂടി വരുമ്പോ അങ്ങനെ തമാശ പറഞ്ഞ് അങ്ങനെ അങ്ങോട്ട് പോകും. ഓക്കെ സർ. ഓരോ ഫിലിം ഇപ്പൊ എത്ര വലിയ ടെൻഷൻ ഉള്ള കേസാണെങ്കിലും കൂട്ടുകാർ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ടെൻഷൻ ഞങ്ങൾ കോമഡി ആക്കി പറ്റും. സർ അതിന് എല്ലാം ഈ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിലാണ് എല്ലാം എടുക്കുന്നത് അല്ലേ? അല്ലാതെ വിഷമിച്ച് നമ്മൾ ഡൗൺ ആയി പോകില്ലേ? അത് എടുക്കാനുള്ള ഒരു കോൺഫിഡൻസ്. അല്ല, അത് നമ്മള് മൈൻഡ് സെറ്റ് ചെയ്യണതല്ലേ ശരിക്കും. ഇപ്പൊ ഞാൻ ഇപ്പൊ ഒരു ഹോസ്പിറ്റലിലാണെങ്കിലും അവിടെ പരമാവധി എങ്ങനെയെങ്കിലും ഫ്രണ്ട്സ് ഉണ്ടാവും. പിന്നെ എപ്പോഴും കൂടെ സത്യം. ഇവിടെ വന്നപ്പോ കണ്ടില്ല 3-4 പേരുണ്ട്. ഞാൻ കണ്ടു. അപ്പൊ ഞാൻ ചോദിക്കുകയും ചെയ്തു, ഇത് എല്ലാരും കൂടെ വന്നതാണോ സാറിന്റെ? എന്റെ കൂടെ എപ്പോഴും ആരെങ്കിലും ഉണ്ടാവും, ഒരു സപ്പോർട്ടായിട്ട് എപ്പോഴും. അത് നമ്മുടെ ഒരു മെന്റൽ കോൺഫിഡൻസ് ആണ് എല്ലാവരും കൂടെ ഉള്ളപ്പോ. അതെ അതെ. Let's cook with